ഈ കടലിലൊക്കെ എടുത്തിരുന്ന പോലെയാ, നീന്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്നെ വേണം. ഇതിപ്പം ഇഫ് മെത്തേഡാണ്. ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ, ഞാൻ അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ എന്നാണ് ഈ പ്രായത്തിൽ, ഇതേ പ്രായത്തിൽ. ഇപ്പം നമ്മൾ വേറെ പ്രായത്തിൽ ചെയ്യുമ്പോഴോ, ഇപ്പം ഞാൻ ചെയ്യുന്ന മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ അയാളങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശ്വാസഗതിയും നമ്മുടെ സംസാരവും ഒക്കെ അയാളുടേതായി തീരണം. അറിഞ്ഞുകൊണ്ട് അല്ല, സ്കൂളിൽ പോകുന്നത്, എനിക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പായത് ചെല്ലു പറയില്ല, പഠിത്തം കോളേജിൽ പഠിക്കും അല്ലെ സ്കൂൾ. അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷ കാലഘട്ടം കോളേജ് എന്ന് പറയും. എനിക്കല്ല കേട്ടോ, എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. എന്നുവെച്ചാൽ അധ്യാപകരൊന്നും പറയുന്നതൊന്നും എനിക്കങ്ങനെ പിടിക്കില്ല. അത് എൻ്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല കേട്ടോ. പണ്ട് നമ്മളിപ്പോ കൊറേ ഫുഡ് എന്തായാലും അടിച്ച് ആർത്തി കുറഞ്ഞു. സത്യം, അതെല്ലാം കൺട്രോളിൽ ആർത്തി കുറഞ്ഞു. അങ്ങനെ പറയാം. എനിക്ക് തോന്നുന്നു ജയ്ബിയും ചെയ്തത് കൊണ്ടായിരിക്കും ഇനി അങ്ങനെയുള്ളത്. ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതെ, ഈ കുറച്ചുകൂടെ എളുപ്പമുള്ള എന്തെങ്കിലും തരും. അറ്റ്ലീസ്റ്റ് എനിക്ക് ചിരിക്കാൻ പറ്റുന്ന ഭാഗം, എനിക്ക് പേഴ്സണലി ആ ക്യാരക്ടറിന് എവിടെയെങ്കിലും ഒരു നല്ല ചിരിയെങ്കിലും കൊടുക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല. ഇപ്പൊ ഈ ദാവീദിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. പ്രണയം എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ടാണ് ഇറക്കുന്നത്. സംഘർഷഭരിതമായ ഒരു പ്രണയ ദിനമാണ് ഇതിന്റെ ലക്ഷ്യം. ദാവീദിന്റെ വിശേഷങ്ങളുമായിട്ട് മീഡിയനോടൊപ്പം ഉള്ളത് ലിജോമോൻ, വിജയരാഘവൻ സാർ, ആന്റണി പെപ്പെ. വെൽക്കം. ദാവീദിന്റെ വിശേഷങ്ങളാണ്. പെപ്പയുടെ കഴിഞ്ഞ കുറച്ച് കാലത്ത് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ RDXൽ തുടങ്ങിയിട്ട് ഇപ്പം കൊണ്ടല് കഴിഞ്ഞു, വീണ്ടും ദാവീദിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ആക്ഷൻ പാക്ഡ് ആയിട്ട് വരുന്ന ചിത്രങ്ങളാണ്. പക്ഷെ അതിലേക്ക് പെപ്പെ കൊണ്ടുവന്നെത്തിക്കുന്നത് കുടുംബം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണെന്ന് മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദാവീദിലേക്ക് ഈ ഒരു ഇമോഷണൽ ഫാക്ടറാണ് കണക്ട് ആയിരുന്നത്. ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പം അത് തന്നെയാണോ ഫോക്കസ് ചെയ്യാറുള്ളത്? അതെ, ഉറപ്പായിട്ടും. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്ക്രിപ്റ്റ്, കഥ. ആദ്യം നമ്മൾ കഥ കേൾക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇമോഷൻസ് ആയിരിക്കും നമുക്ക് വർക്കാവുക. പിന്നെ നമ്മുടെ ആ ക്യാരക്ടറിന് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ട് അതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാറ്. പിന്നെ ദാവീദിലേക്ക് വരുമ്പോൾ, ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടിപ്പടം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലുള്ള സിനിമയല്ല. അതിനകത്ത് പക്ക ഒരു ഫാമിലി ഇമോഷൻ, പിന്നെ കുഞ്ഞു കുഞ്ഞു തമാശകൾ, എല്ലാം കൂടിയുള്ള ഒരു സ്പോർട്സ് ഡ്രാമ കൂടിയാണ് ദാവീദ്. ഇതിലേക്ക് ഹുക്ക് ചെയ്ത ആദ്യ ഫാക്ടർ എന്തായിരിക്കും? എനിക്ക് ആ ഫാമിലി ഇമോഷൻ, അവിടുത്തെ കുറച്ച് മൊമെന്റ്സുകളും ഫാമിലി ഇമോഷൻസും, പിന്നെ പ്ലസ് ബോക്സിങ്. കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സെലക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്ന ആളാണ്. ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരുടെ എല്ലാ എക്സ്പ്രഷനുകളും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ആശാന്റെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഒരു മെന്ററായിട്ട് വരുന്ന സമയത്ത് അതിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്തായിരുന്നു? മനസ്സിലാണല്ലോ. അതെ, ഞാൻ ആദ്യമായിട്ട് പറയാം, ഞാൻ ഈ വളരെ സൂക്ഷിച്ച് അങ്ങനെ സാധനം ചെയ്യുന്ന ആളല്ല കേട്ടോ. ഏത് സിനിമ വന്നാലും ചെയ്യല്ലേ, തീരെ പറ്റാത്തതൊക്കെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുള്ളൂ. അല്ലാതെ എല്ലാം ഈ പണ്ട് കാർന്നവന്മാർ തപ്പിക്കൊണ്ട് വീശാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഈ വല വീശുമ്പോഴേ മീനുണ്ടോന്ന് നോക്കിയിട്ടില്ല, അങ്ങ് വീശും. ചിലപ്പം കിട്ടിയാലായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കഥാപാത്രവും എല്ലാ സിനിമയും വിജയിക്കണമെന്നില്ല. ഇപ്പോൾ ചില സിനിമ നമ്മൾ അഭിനയിക്കുമ്പം വളരെ ഇഷ്ടപ്പെട്ട ചില സിനിമകളുണ്ട്, ഓടിയിട്ടില്ല. ബല്ലീല എന്ന സിനിമയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം തോന്നിയ, ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. എന്ന് വെച്ചാൽ അത് നഷ്ടപ്പെട്ടില്ലേ, വൺസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, പക്ഷെ പടം വേണ്ട പോലെ ഓടിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാ സ്ക്രിപ്റ്റും നോക്കണ്ടല്ല, നന്നാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ സിനിമയുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ബന്ധങ്ങളുടെ പേരിലൊക്കെ ഇപ്പോൾ ചില ചെറിയ വേഷങ്ങളൊക്കെ ഞാൻ അഭിനയിക്കാറുണ്ട്. 2-3 ദിവസം അല്ലെങ്കിൽ 3-4 സീനൊക്കെ അഭിനയിക്കും. അങ്ങനത്തെ ചില ബന്ധങ്ങൾ, ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും, ചേട്ടന് ഗുണമില്ലെന്നറിയാം, ഞങ്ങൾക്ക് ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ചില ബന്ധങ്ങളുണ്ട്. എന്താണെങ്കിലും ശരി, ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അതിനോട് 100% സിൻസിയറായിട്ട്, ചിലപ്പം ദോഷങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിനയത്തിനുള്ള പ്രൊഫഷനുള്ള എൻ്റെ ഒരു
സമീപനം അങ്ങനെയാണ്. ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കഥാപാത്രം. ഒന്നും ഒരുപാട് വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. എങ്കിൽ പോലും വളരെ എൻ്റെ ഒരു പ്രസൻസ് ഈ സിനിമയ്ക്കും നല്ലതാണ്. എനിക്കും അവിടെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില സ്പേസ് ഉണ്ട്. പിന്നെ ഇവരുടെ ഒക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമല്ലേ? എന്താ സംശയം? അല്ല, ഇവർ ചുമ്മാ പറയാം. എന്താ അറിയാമോ, ഞാൻ സിനിമ ഇവരുടെ പ്രായത്തിൽ ഇവരുടെ 100-1 അറിവ് എനിക്കില്ല സിനിമയെ പറ്റി. ഇവരുടെ 100-1 സിനിമ ഞാൻ കണ്ടില്ല. ഞാൻ എന്നാ സിനിമ കാണുന്നതാണ് ഈ അടുത്ത കാലത്തല്ലേ ഞാൻ ഈ പറഞ്ഞ ഫോറിൻ ഫിലിംസൊക്കെ കാണുന്നത്. ഇവർ കാണുന്ന കൂടെയല്ലേ ഞാൻ കാണുന്നത്. അപ്പം ഇവരുടെ പ്രായം വെച്ചോ ഇനി ഇവർക്ക് എന്തുമാത്രം ഉണ്ട്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നാടകം, സ്റ്റേജിൽ ഞാൻ നാടകം കളിച്ചത് മാത്രമല്ല, ക്യാരക്ടേഴ്സ്, അനവധി ക്യാരക്ടേഴ്സ് പല പല നടന്മാർ ചെയ്യുന്നു. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് ക്യാരക്ടർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ക്യാരക്ടർ ഉണ്ടാക്കാം, ആ ക്യാരക്ടർ നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കാം. ഞാനങ്ങനെ മുമ്പ് പറഞ്ഞത് ഞാനങ്ങോട്ട് കഥാപാത്രം ആകുകയല്ല, കഥാപാത്രത്തെ എന്തിലേക്ക് എത്തിക്കുക, ഞാനെന്ന് ക്യാൻവാസിലേക്ക് എത്തിക്കുക. അതിൻ്റെ വേലകളും അഭ്യാസങ്ങളും ഒക്കെ നമ്മൾ ഈ ടെക്നിക്സൊക്കെ മറ്റു പലരും ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ എന്നിലേക്കാണ് എത്തിക്കും. ഞാനെന്ന ക്യാൻവാസ്. അപ്പോൾ എനിക്ക് പറ്റുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആൾ എന്നോട് ഭീമനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല. ഇപ്പം പണ്ടാണ് വേണം ശ്രമിക്കാമായിരുന്നു. ഇപ്പം വേണേൽ ഭീമൻ മേലാതിരിക്കുന്ന ഭീമനെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. പറഞ്ഞ സമയത്താണ് മുന്നേ രഞ്ജി പണിക്കർ സാറിനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പണ്ടേ സിനിമകൾ തപ്പിപ്പോകുന്നതിനെ പറ്റി പറഞ്ഞു. വളരെ ശ്രമകരം. ഇപ്പം നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകൾ കാണാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, ഫെസ്റ്റിവലുകൾ വരുന്നുണ്ട്, ചർച്ചകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ഇതിലൂടെ ഒക്കെ എക്സ്പോഷർ വരുന്നുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു ഇതൊക്കെ തപ്പിയെടുത്ത്? അല്ല, ഞാൻ സത്യം പറയാം, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കുറവ് സിനിമ കണ്ട ആൾ ഞാനായിരിക്കും. പിന്നെ ഞാൻ വേറൊന്നും കൊണ്ടുണ്ട്, ഞാൻ ഒരിക്കലും ഒരുപാട് സിനിമ കാണണമെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുമില്ല. ഒന്നാമത് ചിലപ്പോൾ നമ്മൾ കണ്ടമാനം ഒരു സിനിമയോട് ഒരാളുടെ ഇഷ്ടം തോന്നുമെന്ന് ചിലപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കാലത്ത് കമലഹാസൻ്റെ വലിയ ഒരു ആരാധകനായിരുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്, കമലിൻ്റെ എല്ലാ പടവും ഞാൻ കാണുമായിരുന്നു. ആ സമയത്ത് ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഏതോ ഒരു നാടകത്തിൽ റഷ്യയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ഒരു അഭ്യസ്തവിദ്യനായ ഒരു എഞ്ചിനീയറായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ റിഹേഴ്സലിന് സ്റ്റേജിലോട്ട് കയറുമ്പോൾ അന്ന് അച്ഛൻ്റെ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഡയലോഗ് പഠിക്കുന്ന, അങ്ങനെ ഡയലോഗൊന്നും പഠിക്കണ്ട, ഞാൻ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞുതരും. പക്ഷേ ഡയലോഗ് നിനക്ക് തോന്നുന്നത് പറഞ്ഞോ, ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നമ്മളെ ഒന്ന് ആ ക്യാരക്ടർ എന്താണെന്ന് നമ്മളിലേക്ക് പറഞ്ഞ് അയാൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, റഷ്യയിലായിരുന്നു. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്താണെന്നും കമ്മ്യൂണിസം എന്താണെന്നൊക്കെ വളരെ ഗഹനമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആളാണ്. ഇവിടെ വന്നപ്പം അച്ഛൻ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുകയും ചെയ്യും. ഭയങ്കര കള്ളനാണ് അച്ഛൻ. ഈ ക്യാരക്ടർ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നുണ്ട്. കയറി വന്നു കഴിഞ്ഞു, എന്നാ ചേട്ടാ നീ ജോൺസൺ എന്ന കഥാപാത്രത്തെ പേര്, ഞാൻ ജോൺസൺ ആയിട്ട് വാ. ഞാൻ പിന്നെ കുട്ടാ നീ ജോൺസൺ എന്ന ക്യാരക്ടറിൽ അച്ഛൻ പറഞ്ഞില്ല, അതായത് പിന്നെ അപ്പോൾ എൻ്റെ വിചാരം ഞാൻ മുണ്ടൊക്കെ കൊടുത്താൽ റിഹേഴ്സലിന്. ജോൺസൺ പാൻറ്റൊക്കെ ഇട്ടാണ് സ്റ്റേജ് വരും. ഞാൻ പിന്നെ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വന്നു റിഹേഴ്സലിന്. 2 ദിവസം കഴിഞ്ഞ അച്ഛൻ പണി, എൻ്റെ പൊന്നു കുഞ്ഞാ നീ കമലഹാസനാകണ്ട, നീ ജോൺസൺ ആയിട്ട് വന്നു. അപ്പം ഞാൻ കമലഹാസനൊന്നും ആയില്ല. അച്ഛൻ നിൻ്റെ മനസ്സിൽ അപ്പം എനിക്ക് ചില സങ്കടവും. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ കമലഹാസനൊന്നുമല്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ശരിയാണ്. എന്താ പറയുക, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാളെ കയറി എൻ്റെ മനസ്സിൽ കിടക്കുക അയാൾ. അപ്പം ഞാൻ കമലിൻ്റെ നടപ്പൊക്കെ അല്ലേ, പുറകോട്ടൊക്കെയുള്ള അങ്ങനത്തെ എന്തൊക്കെയോ സംഭവമാണ്. അതൊന്നും ഞാൻ അറിയുന്നില്ല, അറിയാതെ സംഭവിക്കാതെ. അതോടുകൂടി ഞാൻ ഒരാളെ പോയി, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടന്മാരുണ്ട് ലോകത്തിൽ, പ്രഗത്ഭരായ നടന്മാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറ്റി എൻ്റെ മനസ്സിലോട് കയറ്റി വയ്ക്കില്ല. വെച്ചാൽ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ കഴിയുന്നത് കുറച്ച് സിനിമകൾ കാണുന്നയാളാണ്. പിന്നെ ഈ ഫോറിൻ ഫിലിംസും അതൊക്കെ കാണും. അതെങ്ങനെയാണ് അവരുടെ ക്യാരക്ടറിനകത്ത് എന്ത് ചെയ്ത് അങ്ങനത്തെ ചില കാര്യങ്ങൾ നോക്കുകയുള്ളൂ. അല്ലാതെ അവരുടെ മാനറിസങ്ങളോ അതൊന്നും അതാണ് ഈ പലപ്പോഴും പറയുന്നത് തെറ്റായിരിക്കാം. എന്നാൽ ഈ നമ്മൾ മിമിക്രിയൊക്കെ ചെയ്യല്ലേ, അസാമാന്യ കഴിവുള്ള ഒരുപാട് നടന്മാരുണ്ട് നമ്മൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ സാധനത്തിലേക്ക് നമ്മൾ ചെന്നുപെട്ടാൽ, മിമിക്രി എന്ന സാധനം ചെന്നുപെട്ടാൽ അറിയാതെ പലപ്പോഴും അവരുടെ ചേഷ്ടകൾക്ക് നമ്മളെ സ്വാധീനിക്കും. അപ്പം അങ്ങനെ വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനങ്ങനെ
ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ അതുകൊണ്ട് കഥാപാത്രങ്ങളൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ ഞാൻ എൻ്റെത് മാത്രമാണ്. എൻ്റെ കുട്ടി എന്ന് പറയുന്ന മാതിരി അത് എൻ്റെ മാത്രമാണ്. അത് പിന്നെ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ക്യാരക്ടറുണ്ട്, ആ അവസ്ഥകളുണ്ട്. പക്ഷെ അത് സൃഷ്ടിക്കുമ്പം എൻ്റേത് മാത്രമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ മേക്കപ്പൊക്കെയാണ് എൻ്റെ ഹെയർ ഡ്രസ്സിങ് ഇങ്ങനെ വേണം എങ്ങനെ വേണം എന്നൊക്കെ ഞാൻ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഞാനിങ്ങനെ ആട്ടെ അല്ല ഇങ്ങനെ ചെയ്യട്ടെ, ചേട്ടാ അതങ്ങനെ വേണം വായിക്കോ എന്നുള്ളത് ഞാൻ പിന്നെ എൻ്റെ വശത്തോട്ട് തന്നെ കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും. എനിക്കല്ലാതെ പറ്റില്ല. ഞാൻ സ്വയം വിശ്വസിക്കണം, എന്നാലേ പറ്റുള്ളൂ. ചേട്ടനോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് കഥകൾ വരുന്നു, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി കാണുമല്ലേ? ഹൗ ഇസ് വർക്കിംഗ് വിത്ത് ദിസ് ടീം? എനിക്ക് കുട്ടേട്ടൻ്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ല, അതുകൊണ്ട് ഈ പറഞ്ഞ കഥകളൊക്കെ ഞാൻ മിസ് ചെയ്തു. എന്റെ കൂടെയുള്ള അനുഭവം പറഞ്ഞോളൂ. അതെ, ഇല്ല, ഒരുമിച്ചില്ല. ഒരു സീനിൽ നമ്മള് കുട്ടേട്ടൻ ഫ്രണ്ടിലും ഞാൻ പുറകിലും ഒരു കാണിയായിട്ട് ഇരിക്കുന്നു. ബോക്സിംഗ് നടക്കുമ്പോ ഞാൻ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അതല്ലാണ്ട് ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഇതിനു മുന്നേ ഞങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് നീ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഇതൊക്കെ ഞാനും ഇപ്പോഴാണ് കേൾക്കുന്ന കഥകൾ. ഈ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ആന്റണി പറയുന്നുണ്ടായിരുന്നു, അവനിങ്ങനെ എല്ലാ ദിവസവും ഇതിലെ ഒരു മെന്ററെ പോലെ തന്നെ ആയിരുന്നു ത്രൂ ഔട്ട് ഷൂട്ടിന്റെ സമയത്തും കുട്ടേട്ടൻ എന്നാണ് അവൻ പറഞ്ഞത്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അവൻ അങ്ങനെയാ പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു മെന്ററി? അത് തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈ സിനിമയില് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മെൻറ്ററായിട്ടാണ് ബോക്സിങ്ങിലേക്ക് ഇവനെ എത്തിക്കുന്നതും ഇവൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒരു ബിൽഡ് ചെയ്യുന്നത്. ഇവൻ്റെ ക്യാരക്ടർ വൈസ്, ബോക്സിങ് വൈസ്, അങ്ങനെയൊക്കെ ഇവൻ്റെ ജീവിതത്തിലേക്കൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് അല്ലാതെ ഇതിനകത്ത് അവനെയൊന്നും ഞാനൊന്നും ഒക്കെ അവൻ്റെ സ്വന്തം അങ്ങനെ ആകാൻ പാടില്ല എന്നാ ഞാനിപ്പോൾ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല. പുള്ളി കുട്ടേട്ടൻ ഇങ്ങനെ നമുക്കിങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കാലിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ, അങ്ങനെ മനസ്സിലാലോചിക്കേണ്ട കാര്യങ്ങൾ. എന്നിട്ട് കുട്ടേട്ടൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു, അതാണ് ഏറ്റവും അടിപൊളി. അത് നമ്മൾ ഇത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണം പറഞ്ഞു കൊടുക്കാനില്ല. അത് എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞു. അത് എനിക്കിട്ട് കുത്തിയതാണെന്നും ഇങ്ങനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞു കൊടുക്കാനെന്ന് 2 പ്രാവശ്യം. അങ്ങനെയല്ല, ഞാനങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ സെറ്റൊന്നും ഞാനങ്ങനെ അഭിനയിച്ച വല്ലപ്പോഴും എന്നോട് ചോദിച്ച് അങ്ങനെയുള്ളവരോടല്ലേ പറയാനുണ്ടല്ല. ഞാൻ ചോദിക്കും, ഞാൻ എന്നോട് ചോദിക്കുമ്പോഴല്ലാതെ ഞാൻ പറയൂല. അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണ്, അല്ല പിന്നെ അഭിനയിക്കാൻ പറ്റുമോ? അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്റ്റൈലും ഉണ്ട്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അല്ല കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻ വന്നാൽ, അല്ലാതെ രാവിലെ വരുമ്പോൾ എന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് പഠിപ്പിക്കാമെന്ന് വെച്ച് ഒരിക്കലും അങ്ങനെ ഇതുവരില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോയി ചോദിക്കും എന്തെങ്കിലും കിട്ടാതെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് നന്നായിട്ട് വയറിറച്ച് കിട്ടും. അതല്ലേ മനുഷ്യൻ. ഒന്നാമത്തെ കാര്യം, എല്ലാവരുടെയും ബോധം എനിക്ക് അറിയാവുന്നുള്ള എല്ലാവരും ഇതാണ്. ഒരാൾ നമ്മൾ പറയുമ്പോഴേ അല്ലെങ്കിൽ അറിയാതെ എത്തണം അവരിലോട്ട്. അറിഞ്ഞുകൊണ്ട് അല്ല സ്കൂളിൽ പോകുന്നത്. എനിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെന്ന് പറയില്ല, പഠിത്തം കോളേജിൽ പഠിക്കും അല്ലെ സ്കൂൾ, അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ കാലഘട്ടം കോളേജ് എന്ന് പറയും. എനിക്കല്ല കേട്ടോ, എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. എന്നുവെച്ചാൽ അധ്യാപകരൊന്നും പറയുന്നതൊന്നും എനിക്കങ്ങനെ പിടിക്കില്ലായിരുന്നു. അത് എൻ്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല കേട്ടോ. പക്ഷെ അന്നേ സ്കൂളിൽ നടന്നത് നാടകത്തിലായിരുന്നല്ലോ. ഇല്ല, സ്കൂളിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. ഞാൻ ഒരിക്കൽ ഒരു കോളേജിൽ പഠിക്കാൻ ഞാൻ അഭിനയിക്കാൻ വിളിച്ചു. അതിനകത്ത് ഞാൻ CL ജോസ് സാറിൻ്റെ ഒരു നാടകമാണ്. അപ്പം അതിനകത്ത് ഒരു കാല് നഷ്ടപ്പെട്ട ഒരാളാണ്. അത് എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ കാമുകിക്കോ കാമുകിയുടെ ഭർത്താവിനോ വേണ്ടിയിട്ട് എൻ്റെ കണ്ണുകൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ക്രച്ചസിലൊക്കെ വന്നിട്ടുണ്ടാ പറഞ്ഞു. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാറ് വികാരഭരിതനായിട്ടാണ് അഭിനയമൊക്കെ പഠിപ്പിക്കുന്നത്. പുള്ളി അഭിനയിക്കും. എൻ്റെ ഈ 2 കണ്ണുകൾ എന്ന് പറഞ്ഞ പുള്ളി ഈ ക്രച്ചസ് ഉയർത്തണം. ഞാൻ അതാണ് ക്രച്ചസ് നിൽക്കുന്ന ആളി
അന്ന് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് വലിഞ്ഞു. ഞാൻ പിന്നെ നിന്നിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട്, അന്ന് ഞാൻ ഹോസ്റ്റലിലാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് സുഖയില്ലെന്ന് പറഞ്ഞു ഫോൺ ചെയ്തു. അന്ന് മറ്റേ മൊബൈലില്ല, കോളേജിലെ ഫോൺ വിളിച്ച് പറഞ്ഞു ഭയങ്കര പനിയാണ്, അപ്പം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നാളെ, ഞാൻ വരാൻ പറ്റില്ല, വേറെ ആരെയും വെച്ചിട്ട് നാടകം കളിച്ചു. അതിൽ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി അങ്ങനെ റിഹേഴ്സൽ മാത്രം പങ്കെടുത്തു, നാടകം കളിച്ചിട്ടില്ല. ഞാൻ കൊച്ചിലെ പോലെ അച്ഛൻ്റെ കൂടെ കണ്ടോണ്ട് അങ്ങനെ വളർന്ന ഒരാളല്ലേ. അപ്പം എനിക്കതിൻ്റെ കുഴപ്പങ്ങളൊക്കെ അത് അച്ഛനീ പറയുന്ന ആൾക്കാർ ചീത്ത പോയതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ കുഴപ്പങ്ങളറിയാം. ഈ പറയുന്ന മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട് ലിജോമോളുടെ പെർഫോമൻസിൽ. ഇപ്പോൾ പൊന്മാനിൽ വരുന്ന സമയത്തും മുന്നേ വിജയരാഘവൻ സാറ് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ ഉണ്ടാവുന്നതാണ് മുഖത്ത് വരികയാണ്. ലിജോമോളുടെ സ്റ്റെഫിയിൽ അത് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റെഫിയുടെ തുടക്കത്തിലുള്ള തോട്ട്സ് അല്ല സ്റ്റെഫിയുടെ അവസാനത്തേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ശരീരപ്രകൃതത്തിൽ വരെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ ആളുകളോട് ചിരിക്കുന്നതിൽ വരെ ആദ്യം നമുക്ക് മനസ്സിലാവും ഷീ വോണ്ട് ടു സ്മൈൽ, അതുകൊണ്ട് ചിരിക്കുകയാണ്. പിന്നെ ആ അനിയത്തിക്ക് വള കൊടുക്കുന്ന സമയത്ത് ഷീസ് ഓണസ്റ്റ് വിത്ത് ആ ചിരിയിൽ പോലും. അത്രയും മൈന്യൂട്ടായിട്ട് ആ തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണോ ചെയ്തത്? ഇത് ഞാൻ ഇതിൻ്റെ നറേഷൻ കേട്ട് കഴിഞ്ഞിട്ട് ഈ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവല് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടും, അതിൽ ഇന്ദുബോബൻ ചേട്ടൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റെഫിയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ, അന്നത്തെ ചെറുപ്പക്കാരൻ ജ്യോതിഷേട്ടൻ തന്നെയാണ്. അപ്പോൾ ജ്യോതിഷേട്ടന് കൃത്യമായിട്ട് ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഓരോ മൊമെൻറ്റിലും അല്ലെങ്കിൽ ഓരോ സീനിലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് സംശയത്തിനും ഇന്ദുബോബൻ ചേട്ടനും അവിടെ നമുക്ക് സെറ്റിൽ ഉണ്ടാകാറുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ എന്ത് സംശയം വന്നാലും നമുക്ക് ചോദിക്കാൻ ഈ 2 പേരും ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാൻ ഇവർക്ക് 2 പേർക്കും പറ്റുന്നുണ്ടായിരുന്നു. ഈവൻ ബേസിൽ പോലും ഒരു മൊമെൻറ്റിൽ എന്നോട് ലിജോ ഇതിങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ആളുണ്ടായിരുന്നു. എന്നാലും മാക്സിമം ഈ പറയുന്ന പോലെ ആ മൊമെൻറ്റിൽ ഞാൻ ഓക്കെ സ്റ്റെഫി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെഫി ഞാൻ തന്നെയാണ്, സ്റ്റെഫി ഈ മൊമെൻറ്റിൽ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതല്ല. ആ മൊമെൻറ്റിൽ സ്റ്റെഫി അങ്ങനെയാണ് എന്നുള്ളത് എനിക്കും മനസ്സിലായത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ. ഇതന്നെ ഞാൻ പറഞ്ഞത്, സ്റ്റെഫി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടില്ല കേട്ടോ, മനസ്സിൽ വന്നു, മനസ്സിൽ ആ സംഭവം ഉള്ളതുകൊണ്ടല്ലേ. അല്ലാതെ സ്റ്റെഫി കാണിക്കുന്നത് നമ്മളെ കാണിക്കലാണ്. കാണിക്കലും ഈ പറഞ്ഞ അഭിനയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അഭിനയത്തിൽ വലിയ പാഠമുണ്ട്. ഡോണ്ട് ഷോ, ബി ദാറ്റ്. കാണിക്കണ്ട, അതാവണം എന്ന് പറയില്ലേ, അതാണ് നമ്മുടെ മനസ്സിൽ അതാവണമെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറെ പറ്റി എന്താണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം, അല്ലാതെ പ്രേക്ഷകൻ മനസ്സിലാക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം എന്താ ക്യാരക്ടർ എന്നുള്ളത്, അപ്പോഴല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം പറഞ്ഞു തരാൻ പറ്റും, അതല്ലേ നമ്മളെ ശ്രദ്ധിച്ചത്. ഈ തന്തയ്ക്കും തള്ളയ്ക്കും പോലും നമ്മളെ സഹായിക്കാൻ പറ്റില്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അപ്പം നമുക്ക് തന്നെ വരേണ്ട കാര്യമാണ്. ഈ കടലിലൊക്കെ എടുത്തിരുന്ന പോലെയാ, നീന്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്നെ വരണം. ഇതിപ്പം ഈ ഇഫ് മെത്തേഡാണ്. ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ, ഞാൻ അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ എന്നുള്ളതാണ് ഈ പ്രായത്തിൽ, ഇതേ പ്രായത്തിൽ. ഇപ്പം നമ്മൾ വേറെ പ്രായത്തിൽ ചെയ്യുമ്പോഴോ, ഇപ്പം ഞാൻ ചെയ്യുന്ന മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ അയാളെങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശ്വാസഗതിയും നമ്മുടെ സംസാരവും ഒക്കെ അയാളുടേതായി തീരണം. അപ്പം അയാളെങ്ങനെയായിരിക്കും അങ്ങനെ മനസ്സിലായോ? അതാണ് ക്യാരക്ടർ റോൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അത് പൂക്കാലത്തില് അതെ അതൊക്കെ അതാണ്. അപ്പം അയാളെങ്ങനെ നോക്കുന്നു, അയാളെങ്ങനെ നടക്കുന്നു, അപ്പം അയാളെ നമ്മളിലേക്ക് എത്തിക്കുക, അയാളുടെ അംശങ്ങൾ നമ്മുടെ ക്യാൻവാസിലേക്ക് എത്തിക്കണം. ഇതൊന്ന് ദാവീദില് പെപ്പയുടെ കഥാപാത്രം ഇതേപോലെ ശരീരത്തെ തന്നെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ പീരീഡിലുള്ള ട്രെയിനിങ് ഉണ്ടായിട്ടുണ്ട്, അതിലൊരുപാട് ഡയറ്റിലടക്കം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പേഴ്സണലി കൂടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ? ഇപ്പം നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ അതിൽ റിഫൈൻഡ് ആവുന്നില്ലേ? അത് തന്നിട്ടുള്ളൊരു മാറ്റം എന്തൊക്കെയായിരിക്കും? ഒന്നാമത് സിനിമയ്ക്ക് ആ ക്യാരക്ടറിന് വേണ്ട ആ ഒരു ഫിസിക്കിലേക്ക് നമ്മളെത്തി. പിന്നെ രണ്ടാമത് ഞാനൊരു ആസ്ഥാന മടിയനായിരുന്നു, പക്ഷേ ആ ഒരു സംഭവം തന്നെ മാറി. ഒരു 6 മാസമൊക്കെ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ അതങ്ങോട്ട് മാറി. നമ്മൾ ഇപ്പോഴാണെങ്കിലും ഞാൻ വർക്കൗട്ടും
ജിമ്മും ഒക്കെ അതൊക്കെ പക്കയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതെൻ്റെ ലൈഫിലേക്ക് അത് ഒരു ചേഞ്ച് ഉണ്ടാക്കി. അത് സ്ഥിരമായിട്ടൊരു കാര്യം ഇങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യും, ആ ലൈഫിലെ പാർട്ടായി അങ്ങനെ മാറി. അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്താ പോലെയാണ്. പണ്ട് നമ്മളിപ്പോ കൊറേ ഫുഡ് എന്തായാലും അടിച്ചു കയറ്റി ആർത്തി കുറഞ്ഞു. സത്യം അതെല്ലാം കൺട്രോളിൽ ആർത്തി കുറഞ്ഞു. അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യും എല്ലാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിണ്ണം കഴിക്കുമായിരിക്കും. അതൊക്കെ മാറി ടേസ്റ്റ് ചെയ്ത് ഈ ഷൂട്ടിംഗ് സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടേ അത് എനിക്ക് കൊണ്ട് തരുമോ? പാവം എന്ത് വിഷമിച്ച് ഞാനത് ആദ്യം എടുത്ത് പുറത്ത് കളയും, അല്ലെ കൊതി കിട്ടും. ഒരുപാട് ഭക്ഷണം കണ്ടു അമ്മച്ചി വെച്ചാൽ പോർക്കൊക്കെ എനിക്ക് പോർക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടുതരും. അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിൻ ഒക്കെ വരും നമുക്ക്. അല്ല നല്ല കാര്യം. പക്ഷെ സമ്മതിക്കണം കേട്ടോ, ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ആദ്യം കാണുമ്പം അന്ന് ആ പടത്തെ RDS കണ്ട ആളേ അല്ല. 10-20 കിലോ 22 കിലോ കുറച്ച ശേഷം ഞാൻ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി ഒരു 3-4 മാസം കഴിഞ്ഞല്ലേ, 4 മാസം കഴിഞ്ഞത് സെക്കൻഡ് ഷെഡ്യൂൾ. അതെ 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 4 മാസം കഴിഞ്ഞത് സെക്കൻഡ് ഷെഡ്യൂൾ. അപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇവൻ്റെ വർക്ക് ചെയ്ത് ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടെന്നുള്ളൊരു കാലഘട്ടം പീരീഡ് കാണിക്കുന്നുണ്ട്. 2 കാലഘട്ടത്തിലായിട്ട് അല്ല, ഇവൻ്റെ ഒരു 6 മാസം കൊണ്ട് ഇവൻ ഇത്ര നാളിനകം ഇവനുമായിട്ട് ഫൈറ്റ് വരിക. ആ ഫൈറ്റിന്റെ സമയത്തേക്ക് ഫിറ്റ് ആവണം, ബെയർ ബോഡിയിൽ ചെയ്യണം. മറ്റേതൊക്കെ ഷർട്ടൊക്കെ ഇട്ടാണ് ഭാഗ്യം അതിന് മുമ്പൊക്കെ ഉള്ളത്. അപ്പം എന്തോ ചെയ്യും, കാണിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗതികേട് കൊണ്ട് അങ്ങനെ ആയതാ. പക്ഷെ ഇപ്പൊ അത് സ്വഭാവമായി തീർന്നു. അതെ 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 നല്ല കാര്യം. അങ്ങനെയെങ്കിലും നന്നാവട്ടെ. പക്ഷേ RDXന് ശേഷം ഈ പറയുന്ന ഇമോഷണൽ കണ്ടന്റ് കൂടെ കൊടുക്കുന്ന രീതിയിലേക്ക് മെത്തേഡുകൾ മാറ്റിയിട്ടില്ലേ? ഇപ്പം RDXലൊരു സ്പെഷ്യൽ സീനിൽ അത്രയും ഇമോഷണലി പ്രേക്ഷകരോട് കണക്റ്റ് ആവുന്നുണ്ട്. അയാളുടെ ഉള്ളിലുള്ള എല്ലാം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ കൊണ്ടല് വരുന്ന സമയത്തും ആ ചേട്ടന്റെ കൂടെ ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഇമോഷണൽ ഫാക്ടറിനെ അത്രയും ഇന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം എനിക്ക് തോന്നുന്നു RDXന് ശേഷം അത് കാര്യമായിട്ട് എവിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ഇത് എനിക്ക് മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ വന്നാണോ? ഒന്നാമത് ആ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡയറക്ടറിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കും, ഇത് എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കണേന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം അതിനത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം അതായിരിക്കും ആ പടത്തിൻ്റെ ഹുക്കിംഗ് പോയിന്റ്. അപ്പം അത് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം, എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്. നേരത്തെ ഇവരെല്ലാം പറഞ്ഞ പോലെ എന്താണ് ആലോചിക്കേണ്ടത്. അപ്പം നമ്മൾ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടിൽ മമ്മി മറ്റേ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെ കുറച്ചും കൂടി ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇമോഷൻ സീനോട് ഒരു ചിക്കൻ കറി വെക്കണതിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പം ഡയറക്ടർ കട്ട് വിളിക്കും. അപ്പം ആ ചിക്കൻ കറിയുടെ മാറ്റി വെച്ചിട്ട് പ്രോപ്പറായിട്ട് എന്താണ് ചിലർ ചെയ്യണ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എനിക്ക് അധികം ആധികാരികമായിട്ട് പറയാറില്ല. ചിലർ അവരുടെ ലൈഫിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യും. ചിലർ ആ പർട്ടിക്കുലർ മൊമെൻറ്റിനെ തന്നെ ശരിക്കും മനസ്സിലേക്ക് എടുക്കും. അതിനെക്കുറിച്ച് കൂടുതൽ നേരം ആലോചിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ആ ഒരു സംഭവം വരും. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ പറയണതൊക്കെ ഏകദേശം കുട്ടേട്ടൻ പറഞ്ഞാൽ ബ്രീത്ത് വരെയൊക്കെ മാറും. എൻ്റെ ഒന്നും മാറിയിട്ടില്ല. ക്യാരക്ടേഴ്സിന്റെ അനുസരിച്ച് പ്രായമുള്ള ആളാകുമ്പം ശ്വാസഗതി മാറില്ലേ, പക്ഷെ അത് ഭയങ്കര രസമാണ്. പക്ഷെ അങ്ങനെ ഒരു ആ പ്രോപ്പർ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഫീൽ ചെയ്യും. ആ ഒരു ടേക്കിന്റെ സമയത്ത് നമ്മൾ മറന്നു പോകും പരിപാടി. ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ സിനിമകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഒരു ഭയങ്കര പ്രൈം ഫാക്ടറാണ്. അപ്പം കൊണ്ടല് നടുക്കടലിലായിരുന്നു. അപ്പം മറ്റേ ജല്ലിക്കെട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു റിസർവറിന്റെ ചളിയിൽ നിന്നിട്ടാണ് ഇത് പലതും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഇതിലെ പ്രൊമോഷനിൽ വന്ന് തന്നെ ഇടകൊച്ചി ഇഷ്ക് എന്ന് പറഞ്ഞൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ദാവീദിലും ആ സ്ഥലം ഒരു പ്രൈം ക്യാരക്ടർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു സിനിമയെ ആ സ്ഥലം സ്വാധീനിക്കുന്നു. ഇപ്പം പൊന്മാനിൽ നമ്മൾ മുന്നേ പറഞ്ഞു കൊല്ലം എന്ന് പറയുന്ന ജില്ലയ്ക്ക് തന്നെ വലിയൊരു സ്വാധീനമുണ്ട്. ഈ ദാവീദിലേക്ക് വരുമ്പോൾ കൊച്ചി എത്രത്തോളം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഞാൻ കൊച്ചിയായിട്ട് ബന്ധമില്ല. എനിക്ക് ഈ സിനിമ ഇവരും ഇവരുടെ നാടും ഒക്കെയാണ്. ഞാൻ വന്നു കഴിയുമ്പോൾ വേറൊരു സ്ഥലത്താണ്, എൻ്റെ ഒരു സ്ഥലത്താണ് ഇവർ വരുന്നത് എന്ന് പറയുമ്പോൾ ഇതില് ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും, അതായത് ഈ
ആഷിഖ് അബു ജനിച്ച് വളർന്ന, അല്ലെങ്കിൽ അവര് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഫാമിലി അച്ഛനമ്മ ആ കാലം തൊട്ടേ അവർ ജനിച്ച് വളർന്ന് അവർ ഇടക്കൊച്ചിക്കാരാണ്. പറഞ്ഞ പോലെ ഫോർട്ട് മട്ടാഞ്ചേരി ഈ ഏരിയയിലുള്ളവരാണ് അവർ. അപ്പോൾ അവിടെ നടക്കുന്ന കഥയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ഫാമിലിയാണ് ഈ ആഷിഖ് അബുവിൻ്റെ ഷെറിൻ്റെയും ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള സാധാരണ ആളുകൾ, അവിടെയുള്ള കുടുംബങ്ങളിലുള്ള ആളുകൾ യൂഷ്വലി നമ്മൾ പോകുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ജോലികൾ അങ്ങനെയൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി. പക്ഷേ അതിൽ തന്നെ ഈ ആഷിഖ് അബു എന്ന് പറയുന്ന ആൾ കുറച്ചൊരു മടിയനായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ പല പണികൾക്കും പോകുന്ന ആളാണ്. സ്ഥിരമായി ഒരു തൊഴിൽ എന്നുള്ളതല്ല, പല പണികൾക്ക് പോകും. പക്ഷെ അതിൽ തന്നെ ആ പണി തന്നെ എങ്ങനെ പോവാതിരിക്കാമെന്ന് ശ്രമിച്ച് മടിയനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കുള്ള സ്വഭാവം. അപ്പൊ അങ്ങനെയുള്ള ഈ പടം അഭിനയിക്കുന്ന മുമ്പത്തെ കാര്യമാണ്. ആള് മാറി, ഇനി ടോട്ടലായിട്ട് മാറിയിരിക്കുക. അതർ ഫേസ് ഒരു സിനിമ കൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ മാറും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പെപ്പെ. അതെ, അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിൽ ഒരു പോയിന്റിൽ ഈ പറയുന്ന പോലെ ഒരു ദിവസം ഒരു ജോലിക്ക് പോകുന്നു, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസ് ആണ് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ കുട്ടേട്ടൻ ചെയ്യുന്ന ആ ക്യാരക്ടർ അവർ കൊച്ചിയല്ല, അപ്പോൾ അവിടേക്ക് പോവേണ്ടി വരുന്നു. ഈ പറയുന്നത് പോലെ പിന്നെ ബോക്സിങ്ങിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണുന്ന പോലെ സ്ഥിരം ഈ പറയുന്ന പോലെ ഒരു തൊഴിൽ എന്നും മറ്റേ ഒരേ ജോലിക്ക് പോകുന്നവരല്ലാണ്ട് കിട്ടുന്ന ജോലികൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ, അങ്ങനെയുള്ളൊരു കുറച്ച് പേരുടെ ലൈഫും കൂടിയാണിത്. പ്രത്യേകിച്ച് ഇവൻ ചെയ്യുന്നത്, ഇപ്പം ആന്റണി ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ഉദ്ദേശിച്ചത് മടിയല്ല കേട്ടോ, എന്നും ഈ 9 to 5 ജോബ് എന്ന് പറയുന്ന ജോബ് അങ്ങനെ പോകുന്നതല്ലാതെ നമ്മൾ പല പല തൊഴിലുകൾ ദിവസവും എന്തെങ്കിലുമൊക്കെ തൊഴിലുണ്ടാവും. പക്ഷെ അങ്ങനെ പോകുന്ന ചിലരുടെയും കൂടി കഥയാണ്. കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആണ്. അതെ, ജയ് ഭീമിന് ശേഷം ഒരു വലിയ മാറ്റം, ഒരു വലിയ ഷിഫ്റ്റ് കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഫീമെയിൽ പോർട്രയൽസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻസ് വന്നിട്ടുമില്ല. അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് വന്നിട്ടുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് നേരിട്ട് ആരും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ചിലർക്ക് ചെറിയ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ലൈറ്റർ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരാനൊരു ബുദ്ധിമുട്ട്. കാരണം അവർ പറയുന്നത് ജയ് ഭീം ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമോ എന്ന്. പക്ഷേ എന്നോട് ആരും ഡയറക്റ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ പലരും, എനിക്ക് അറിയുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലിജോയോട് അവർക്കത് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പേടിയാണെന്നുള്ളത്. ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ വളരെ ബോൾഡായി അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ ചെയ്യുള്ളൂ, അല്ലാതെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യില്ല, ഞാൻ ക്യാരക്ടർ റോൾസ് ചെയ്യില്ല, അങ്ങനെ ഒന്നും ഞാൻ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നി ജയ് ഭീം ചെയ്തത് കൊണ്ടായിരിക്കും ഇനി അങ്ങനെയുള്ളത്. ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതെ അതെ, ഈ കുറച്ചുകൂടെ എളുപ്പമുള്ള എന്തെങ്കിലും തരും. അറ്റ്ലീസ്റ്റ് എനിക്ക് ചിരിക്കാൻ പറ്റുന്ന ഭാഗം, എനിക്ക് പേഴ്സണലി ആ ക്യാരക്ടറിന് എവിടെയെങ്കിലും ഒരു നല്ല ചിരിയെങ്കിലും കൊടുക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വന്നിട്ടില്ല. ഇപ്പൊ ഈ ദാവീദിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര നമ്മൾ സ്ട്രോങ് എന്ന് നമുക്ക് പറയാം, പക്ഷെ അതേ സമയത്ത് വളരെ രസമുള്ള ഒരു ക്യാരക്ടർ. നമ്മൾ സ്ഥിരം ഞാൻ ഡബിങ്ങിന് വളരെ കുറച്ച് കണ്ടു, പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാൻ ജോലിക്ക് പോകുന്നു, തിരക്കൊക്കെ ഇല്ല, ഭയങ്കര രസമായിരുന്നു. കഥ പറഞ്ഞു നോക്കി കൂടുതൽ സംസാരിച്ച് നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഞാൻ ചിലപ്പോ എന്റെ പൊട്ടത്തരത്തിന് വിളിച്ചു. അപ്പൊ ദാവീദ് ഒരു പ്രണയ ദിനത്തിൽ തിയേറ്ററിലേക്ക് എത്താണ്. ഈ ഇടിയും നമ്മൾ ഇടി മാത്രമല്ല, ഒരു ഇമോഷണൽ ഫാക്ടർ കൂടെ ഉണ്ട്. ഇതൊരു പ്രണയ ദിനത്തിൽ ഒരുപാട് സിനിമകളുടെ ഒപ്പം തിയേറ്ററിലേക്ക് എത്താണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഫാക്ടർ ഇല്ല, ലൈക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് സിനിമകൾക്ക് ഇടയിലൂടെ വരുമ്പോൾ ഉള്ള നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആകുലതകളുണ്ടോ? പ്രണയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടി അതുകൊണ്ട് ഇറക്കുന്നത് സംഘർഷഭരിതമായ പ്രണയ ദിനമാണ് നിങ്ങളുടെ ലക്ഷ്യം. ബാക്കിയുള്ള സിനിമകളിലൂടെ ഇറങ്ങണേൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം തിയേറ്ററിൽ 2 സിനിമകളോട് റൊമാൻസ് ഉണ്ട്. അപ്പൊ അത് രണ്ടും നമ്മുടെ ഫ്രണ്ട്സാണ് അതിനകത്ത് 2ൽ അഭിനയിച്ചേക്കണത്. അപ്പൊ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരട്ടെ,
അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? എല്ലാ സിനിമകളും എല്ലാരും കാണണം എന്നുള്ളത്. ഇപ്പൊ ആളുകൾ അങ്ങനെ കാണുകയും ചെയ്യും. അല്ലാതെ കുറെ സിനിമകളുടെ ആൾക്കാർ വരുള്ളൂ, അത് അല്ലാതെ ഇതിന് പോകും അങ്ങനെ. അതെ. ഈ പ്രണയം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, എനിക്ക് ഏറ്റവും രസമുള്ള ഒരു പ്രണയിതാവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ സോൾട്ട് ആൻഡ് പെപ്പറിലെ കഥാപാത്രമാണ്. എനിക്കിത് പക്ഷെ എവിടെയും അധികം സംസാരിച്ച് കേട്ടിട്ടില്ല. അല്ല, ഞാനൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് എൻ്റെ സിനിമയിലെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡാൻസ്. എനിക്ക് നല്ല റിതമുണ്ട്. ഞാൻ പണ്ട് പാട്ട് പാടുക, സ്കൂളിൽ പഠിക്കും പാട്ട് പാടായിരുന്നു. ഞാൻ ഡ്രംസ് വായിക്കും, നമ്മുടെ നാടകത്തിൽ ട്രിപ്പിൾ ഡ്രമ്മുണ്ട്, അത് വായിക്കുന്നത് ഞാനാണ്. പക്ഷേ എനിക്ക് ഡാൻസ് എന്നൊരു സാധനം ഇന്നലെ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ ഇതൊരു പുരുഷന്മാർക്ക് പറ്റിയ പറയുന്നത്, പെണ്ണുങ്ങളുടെയാണ് ഡാൻസ് എന്നുള്ളത് എൻ്റെ ആ പ്രായത്തൊക്കെ ഉള്ള തോന്നിയത്. നീ ആണുങ്ങളൊക്കെ ഡാൻസ് ഇങ്ങനെ അന്നൊക്കെ നമുക്ക് തോന്നല്, അതെന്നെ ഭയങ്കരമായിട്ട് കുഴപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രണയം അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കെന്തോ ഉള്ളിലൊരു ഇതുണ്ട്. എൻ്റെ പ്രണയം അങ്ങനെ അല്ല, എൻ്റെ ഗർഭം അങ്ങനെയല്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഈ സിനിമയിലൊക്കെ അന്നത്തെ സിനിമയിലൊക്കെ ഈ മരഞ്ചുറ്റി പ്രണയം, നസീസാറൊക്കെ ഇതൊക്കെ അതൊന്നും അല്ല എന്നെനിക്ക് ഒരു തോന്നലുണ്ട്. അപ്പം എന്താ പിന്നെ അപ്പം അങ്ങനത്തെ കൊണ്ട് എന്നെ പ്രണയമുള്ള അങ്ങനത്തെ സിനിമകളൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ അതിഗംഭീരമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പറിലെ. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലെ ആസിഫ് അലിക്ക് പ്രണയമുണ്ട്, ലാലിൻ്റെ പ്രണയമുണ്ട്. പക്ഷെ അവരുടെ പ്രണയത്തിനേക്കാളും എത്രയോ മഹത്തരമാണ്, ഒരു ഡിവൈൻ എന്നൊക്കെ പറയില്ല. ആ പ്രണയത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ പെണ്ണിനെ പോലും കാണിക്കുന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ പോകും, പ്രേക്ഷകന് തോന്നുന്നു ആരാ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി പോകും. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമ അത് ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്നെ അങ്ങനെ ആദ്യമായിട്ടൊരു പ്രണയ ഒരു കാമുകൻ ആയിട്ട് അവതരിപ്പിച്ച് ആഷിക പോവാണ്. അപ്പം ദാവീദിന് എല്ലാവിധ ആശംസകളും. വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ലഭിക്കട്ടെ ദാവീദിലൂടെ. തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നല്ല, ഇത് കാണുന്നവരോട് പറയാൻ അത്രേ ഉള്ളൂ. ഇത് തിയേറ്ററിൽ പോയി കാണണം, അല്ലാതെ ഈ ഇടിയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടി കണ്ടിട്ട് വലിയ രസമാണ്. ഇത് ബിഗ് സ്ക്രീനിൽ കാണണം. എന്നാലേ ആ ഇടിയുടെ വലിപ്പവും ഇടിയുടെ ഭംഗിയും പിന്നെ ഇടിയുടെ ശബ്ദവും മാത്രമല്ല ഇതൊരു ഫാമിലി എല്ലാവരും കൂടെ പോയി കാണേണ്ട സിനിമ. പിന്നെ കുട്ടികൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു സിനിമയായിരിക്കും. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം. താങ്ക് യു.